നമസ്കാരമുണ്ട്. മഴയൊക്കെ ഒരല്പം ഒന്ന് മാറി ഒരല്പം വെയിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുതുകുളത്തിനടുത്ത് NTPCക്ക് അടുത്തുള്ള വത്സല ചേച്ചിയുടെ സ്വപ്നഭവനത്തിന് മുന്നിലാണ്. മഴയ്ക്ക് മുന്നേ തന്നെ ഞങ്ങളിതിൻ്റെ ഷട്ടറിങ് വർക്ക് ഏകദേശം പൂർത്തീകരിച്ച് എല്ലാം വന്നപ്പോഴാണ് മഴ വളരെ പ്രശ്നമായിട്ട് വന്നത്. ഇന്ന് മഴയൊന്ന് മാറി നിൽക്കുന്നത് കണ്ടുകൊണ്ട് നമ്മളിതിൻ്റെ കമ്പിപ്പണി ആരംഭിച്ചിരിക്കുകയാണ്. രമേശണ്ണനും മധുവണ്ണനും അതുപോലെ രാജുവണ്ണനും ഒക്കെ ആയിട്ട് ഇന്ന് വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് കാലാവസ്ഥയും കറണ്ടും എല്ലാം അനുകൂലമാണെങ്കിൽ ഇന്ന് അത് പൂർത്തീകരിച്ചിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വാർക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു മഴക്കാലമാണ് ഈ പ്രാവശ്യം വന്നു ചേർന്നിരിക്കുന്നത്. മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ അടച്ചു വരുന്ന സമയത്തെന്ന് പറയുമ്പം നിർമ്മാണ സാമഗ്രികളുടെ വില ഒരല്പം കുറയുകയും നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ 8 മണിക്കൂറൊന്നും മഴക്കാലമാകുമ്പം പണിയാൻ പറ്റത്തില്ല. മഴയ്ക്കൊക്കെ കയറി ഇരുന്നും എടുത്തുമൊക്കെ പണിഞ്ഞു വരുമ്പം ചിലപ്പോൾ 5 മണിക്കൂറൊക്കെ ചിലപ്പം പണിയാൻ പറ്റിയെന്ന് വരത്തുള്ളൂ. ആ കുറവുകളെല്ലാം നികത്തിയെടുക്കുക എന്ന് പറയുന്നത് നിർമ്മാണ സാമഗ്രികളുടെ അല്പം വില കുറയുന്നതുകൊണ്ടാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം നിർമ്മാണ സാമഗ്രികളുടെ എല്ലാം വില റോക്കറ്റ് പോലെ കുതിച്ചു കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് ഒരു 320-330 രൂപ റേഞ്ചിലിരുന്ന സിമെൻറ്റിൻ്റെ വില 380-ഉം ഇന്ന് അത് 400-ലും എത്തിച്ചേർന്നിരിക്കുകയാണ്. 62-ൽ കിടന്നിരുന്ന കമ്പി വില 68-ലേക്കും അതുപോലെ തന്നെ 60 രൂപയായിട്ട് കിടന്നിരുന്ന എംസാൻഡ് 72-ൽ കുറച്ച് നാൾ കിടന്നു. ഇപ്പോൾ അത് 83-ലേക്കും വരികയും ചെയ്തു. അതുപോലെ തന്നെ 50 രൂപയായിട്ട് കിടന്ന മെറ്റിൽ 60 വന്നു. ഇന്ന് അത് 71ആയിട്ട് വർദ്ധിച്ചു. സാധാരണ നിലയിൽ മഴക്കാലം ആകുന്ന ഉടനെ കോറി സമരമോ അല്ലെങ്കിൽ കോറി അടച്ചിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം ക്രഷർ കാണത്തില്ല. അപ്പം കുറച്ച് ദിവസത്തേക്ക് സാധനങ്ങളുടെ ഷോർട്ടേജ് വരും എന്നുള്ളതല്ലാതെ ഇതുപോലെ വിലയ്ക്ക് വർധനവൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ റോക്കറ്റ് പോലുള്ള വില വർധനവ് നിർമ്മാണ പ്രവർത്തനത്തെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ അതിന് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.